ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയോ? ഞാനിവിടെ നിങ്ങൾക്ക് ഒരു 2 ഐറ്റംസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒന്നായിട്ട് കാണിക്കേണ്ട, രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് 2 കാര്യങ്ങളും കൂടി ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു സംഭവമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാകും, ഇതെനിക്ക് കോംബോ ആയിട്ടാണ്, മീൻസ് ഇങ്ങനെ 2 സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒറ്റൊരു സെറ്റിൽ 6 എണ്ണം വരുന്നുണ്ട്, അങ്ങനെ 2 എണ്ണം. അപ്പോൾ ടോട്ടലി 12 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ എടുത്തു, അത് യൂസ് ചെയ്ത് നോക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തു, ഒന്ന് എൻ്റെ സിസ്റ്ററിനും കൊടുത്തു, അനിയത്തിക്കും കൊടുത്തിട്ടാ. അപ്പോൾ അവിടെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. എൻ്റെ അതേ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് അവൾക്ക് തോന്നിയതെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവൾക്കും കൊടുത്തുവിട്ടു. അപ്പോൾ ആകെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ 2 സെറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത്ര വലിയ വിലയൊന്നുമില്ല, വില ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇത് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലാറ്റിനം കോട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ സിംഗിൾ എഡ്ജസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. താഴെ അടിപൊളിയായിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ, അതായത് ഇതിൻ്റെ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തെടുക്കാം. വേണം, ഇത് ഒറ്റൊന്നല്ല കേട്ടോ, ഇത് 2 എണ്ണമാണ്. ഇതിങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇത് 2 എണ്ണമാണ് കേട്ടോ. കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ബാഗിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന വെയിറ്റ്ലെസ് ആണ് കേട്ടോ സാധനം. ഇതേപോലെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലേഡൊന്നും നമ്മുടെ കയ്യിലൊന്നും തട്ടുകയും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹാൻഡ് ചെയ്തിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഗ്രിപ്പ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതേപോലെ പുറകിലും ഉണ്ട്. അപ്പോൾ നമുക്ക് പിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. നമ്മുടെ ഫുൾ ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ മേലെ ഒരു കോമ്പ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഹെയറിനെ ഒന്ന് ചീകിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഹെയർ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കയ്യിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, കൈ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അലോവേറ ജെല്ലോ എന്തെങ്കിലും ഒരു ഹൈഡ്രേഷൻ കൊടുത്തതിന് ശേഷം ഹെയർ റിമൂവ് ചെയ്യുക. പിന്നെ അതേപോലെ അല്ലെങ്കിൽ സോപ്പോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുക, ബോഡി ഷവർ ജെല്ലോ അങ്ങനെ എന്താണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് ഫുൾ ബോഡിയിലും പിന്നെ അതേപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലും ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിന് ക്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്താ പറയുക, അതിൻ്റെ മേലെ ഉണ്ടാകുന്ന ഹെയറൊക്കെ പോക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഡെറ്റോളൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ക്യാപ്പ് ഇതേപോലെ തന്നെ ഇട്ട് വെച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ട് നടക്കാനും ക്യാരി ചെയ്യാനും അതേപോലെ കൊണ്ട് എടുത്ത് വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമൽ ആയിട്ടുള്ള പ്രഷർ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കൈയിൻ്റെ ഇവിടെ ലൂസാണല്ലോ, കണ്ടോ, ലൂസായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് അവിടുത്തെ സ്കിന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട്, മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇവിടുത്തെ ഇങ്ങനെയുള്ള ഭാഗത്തുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം അവർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കാണിച്ചു തരാം. ബാക്കിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ, നേരത്തെ പറഞ്ഞ പോലെ ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നെ പിന്നെ അതിൻ്റെ ക്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സാധനത്തിൽ പറയുന്നത്. ഇതിൻ്റെ വില ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ, മറന്നുപോയി എത്രയാണെന്നുള്ള കാര്യം. ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ ആയി. ഈ ഒരു സാധനം നമുക്ക് കുറേ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ ബ്ലേഡ് അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതല്ല, ഇതിൻ്റെ പല മോഡലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളിതൊന്ന് വാങ്ങി വെക്കുക കേട്ടോ. ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. നമുക്ക് പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ നിങ്ങൾ നമുക്കിത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം, മീൻസ് ഐറ്റം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സാധനം വേറെ ഒന്നല്ല, ഞാൻ പർപ്പിൾ കോസ്മെറ്റിക്സിന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഷേവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്താ പറയുക, ഈ റേസർ ബം എന്നൊക്കെ പറയുന്നത്. അതായത് ഷേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ആ ഒരു ഏരിയയിൽ ചെറിയ കുരു പോലെ ഇങ്ങനെ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും, അതേപോലെ തന്നെ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ എന്താ പറയുക ഇന്നർ തൈ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ, അതായത് ഒരു ഡാർക്ക് കളർ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇനി ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാണ് സാധനം. ഇത് വന്നിട്ട് സാൻഫെയുടെ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതായത് ഗ്ലൈക്കോ ക്ലിയർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനം എന്ന് അവർ പറയുന്നത്. ഇത് ഇൻഗ്രോത്ത് ഹെയറിനെയും അതേപോലെ ബം ക്ലീനിങ് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അടിപൊളിയാണ് കേട്ടോ മക്കളെ. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് കണ്ടോ ഇതിലിനി ഇല്ല, കുറച്ചേ ഉള്ളൂ കണ്ടോ, ഇത്രയും ഭാഗം തീർത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഗ്ലൈക്കോ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അത് ഞാൻ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ സ്കിന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ നല്ലൊരു സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് അടിപൊളിയാണ്. ശരിക്കും ഇവർ പറയുന്ന പോലെയാണ്. നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും കേട്ടോ. പിന്നെ അതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ ഷേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബംസ് ഉണ്ടാവുമല്ലോ, റേസർ ബംസ്, അത് പോകാൻ വേണ്ടിയിട്ടും ഇൻഗ്രോത്ത് ഹെയറിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും നമ്മുടെ ബട്ടക്സിലും ഒക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്ന് കൂടെ നോക്കാം. ഫോർ അണ്ടർആംസിൽ യൂസ് ചെയ്യാം, നീസിൽ അതായത് കാലിൻ്റെ മുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എൽബോസിൽ, പിന്നെ ഇന്നർ തൈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നർ തൈയിൽ യൂസ് ചെയ്യാം, ബിക്കിനി ഏരിയയിലും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മുടെ ഓൺ ചോയ്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിലിൽ 100 ഗ്രാം പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇത് സാൻഫെയുടെ ആണ്, സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൈസ് ഇവിടെ വന്നിട്ട് 399 രൂപ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയത് എന്തൊക്കെയോ ഓഫറിലാണ്. അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, പ്രൈസ് എത്രയാണ് ഞാൻ വാങ്ങിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഹൗ ടു യൂസ് എന്ന് നോക്കാം കേട്ടോ. ക്ലീൻ ആൻഡ് ഡ്രൈ ഏരിയയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ആ ഏരിയ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സ്ക്രബ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സാധനമൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റേസറൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഡ്രൈ ആക്കുക എന്നവർ പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു നനവോട് കൂടിയിട്ടായിരിക്കും എപ്പോഴും സ്ക്രബ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നന്നായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ജെൻറ്റിൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഏരിയയിലാണോ വേണ്ടത് അവിടെ നന്നായിട്ടൊരു മസാജും കാര്യങ്ങളും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് ഒരു 30 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിനുശേഷം നോർമൽ വാഷ് ഔട്ട് ചെയ്യുക. വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ
ഇത് ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണ് കേട്ടോ. നിങ്ങൾ ബിക്കിനി ഏരിയസിലും അതേപോലെ പ്രൈവറ്റ് ഏരിയസിലും ഇന്നർ തൈലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് എവിടെ വെക്കണം എന്നുള്ളത് പറയാം. നമ്മൾ ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ വെള്ളം ഒന്നും ആവാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ഇതൊക്കെ മാറ്റി വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. പിന്നെ ഡിസ്ക്ലൈമർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ചില പ്രൊഡക്റ്റ് പിടിക്കില്ല. അത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളിത് വാങ്ങി യൂസ് ചെയ്യണോ യൂസ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും DIYs ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നോക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റുമോ, എനിക്ക് ചെയ്തതിൽ കുഴപ്പമുണ്ടാവുമോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചും കണ്ടിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത്രയും വലിയ ബോട്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. എന്തായാലും നിങ്ങൾ അതിന് കുറച്ച് സാധനം എടുത്തതിന് ശേഷം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ണിലാവരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഇതിനൊരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിട്ടാണ്. അപ്പം നമുക്ക് കണ്ണിലായിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും വിഷയം വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറയുന്നത് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റനിങ് ക്രീംസ് ഉണ്ട്, ഇവരുടെ തന്നെ സാൻഫിയുടെ തന്നെയാണ്, അത് വാങ്ങി യൂസ് ചെയ്യാം. അതിനുശേഷം അവരുടെ ഒരു സെറം ഉണ്ട്, അത് യൂസ് ചെയ്യണം. പിന്നെ അതിനുശേഷം സൺസ്ക്രീനും യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഐറ്റം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ഓൾറെഡി നമ്മൾ ഇടുമല്ലോ നമ്മുടെ ബോഡിയിൽ, ഫുൾ ബോഡിയിൽ. എൻ്റേത് ഓൾറെഡി ഡ്രൈ സ്കിന്നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്കിന്നായത് കാരണം ഞാൻ എന്തായാലും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്കിന്നിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം അങ്ങനത്തെ എന്തെങ്കിലും ഇടും. അവർ പറയുന്നത് ഇതാണ് കേട്ടോ. അതിൽ പ്രത്യേകം തന്നെ ഇതിൽ പറയുന്നുണ്ട്, സ്കിന്നിൻ്റെ വ്യത്യാസം പറയണമെങ്കിൽ ഒരു വൈറ്റനിങ് സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യണം, കൂടുതലായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 2-3 സാധനങ്ങൾ കൂടി യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇത് നമ്മുടെ ഈ ഒരു സ്ക്രബില്ലേ, ഈ സ്ക്രബ് നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യണം എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അതായത് വീക്ക്ലി വൺസ് ആണ് ചെയ്യേണ്ടത്. അതായത് അപ്പോൾ ഈ ഒരു ആഴ്ച ഇന്ന് ചെയ്തു, ഈ അടുത്ത ആഴ്ച ചെയ്യാതിരിക്കരുത്. അതായത് ആഴ്ചയിൽ വൺസ് ആണ് ചെയ്യുന്നത് എങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാൻഫിയുടെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലൈക്കോ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയിലാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയതെന്നാണ് അവർ പറയുന്നത്. എന്താണ് ഈ ഗ്ലൈക്കോ ക്ലിയർ എന്ന് ഒന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ സാൻഫിയുടെ സ്പോട്ട് ലൈറ്റില് ഗ്ലൈക്കോ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ കണ്ടോ, വലുതായിട്ട് തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്ലൈക്കോ ക്ലിയർ എന്ന്. എന്താണ് ഈ ഗ്ലൈക്കോ ക്ലിയർ എന്ന് നമുക്ക് നോക്കിയാലോ. വലിയ കാര്യമൊന്നുമില്ല, ഇതാണ് സംഭവം കണ്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതിന്റെ ചുറ്റും ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്താണെന്നല്ല കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഗ്ലൈക്കോ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. എന്താന്ന് നോക്കാം, സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. ഗ്ലൈക്കോ ക്ലിയർ ടെക്നോളജി എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ എക്സ്ഫോളിയേറ്റ്, ഫസ്റ്റ് പറയുന്നത് എക്സ്ഫോളിയേറ്റ് ഡെഡ് സെല്ലാണ്. ഡെഡ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുഞ്ഞു ഗ്രാനുവൽസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതാണ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഗ്രോൺ ഹെയർസിനെയും എന്താ പറയുക റേസർ ബംസിനെയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ഇവർ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് സ്കിൻ റീസർഫസിങ് കോംപ്ലക്സ് ഇതിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് എന്താ പറയുക, ഗ്ലൈക്കോളിക് ആസിഡും AHAS എന്ന് പറയുന്ന എന്താ പറയുക സ്കിന്നിനെ സൂത്തനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിനെ ഈവൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഈ 2 ഐറ്റംസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ എന്താ പറയുക മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. അതായത് കേട്ടോ, ഇത് തന്നെ നമ്മൾ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ് ഇതിന്. എന്താ പറയാ, ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണുമോ എന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ? ഓക്കെ, ഞാൻ എന്തായാലും ഇതിന്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോ വേറെ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സാൻഫിയുടെ സ്ക്രബ്. ഒരു യെല്ലോ കളറിൽ ടിൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു സ്ക്രബും കൂടി ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ടോ? നല്ലൊരു സ്ക്രബ് വരുന്നുണ്ട് അതിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് വെച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം കഴുകുന്ന സമയത്ത് വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫോമിങ് ഉണ്ട് കേട്ടോ. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലാണ്. നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് സ്കിന്നിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതിൻ്റെ ചുറ്റും എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ഭാഗമാണ് ഗ്ലൈക്കോ ക്ലിയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ച് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അത്രയും പറഞ്ഞാൽ മതി. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് കളറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ റീസൺ മാത്രം പറയണ്ടല്ലോ, എന്തായാലും ഇതും കൂടി പറയാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇത് 2ഉം ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. 2ഉം ഏകദേശം ഒരേപോലെ ഉള്ള സാധനമാണല്ലോ. ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിൽ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടർആംസിലും എന്താ പറയുക ബിക്കിനി ഏരിയയിലും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 2 നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരേപോലെ ഒരു വീഡിയോ തന്നെ ചേർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ കൊടുക്കാട്ടെ. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ്ലി നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം.